എന്റെ വീട്ടിൽ എനിക്കിഷ്ടമുള്ളവർക്ക് വരാം, എനിക്കിഷ്ടമുള്ളവർക്ക് വരാം. നിന്റെ വീട്ടിലോട്ടല്ല വരുന്നത്, നിന്റെ ഒന്നും വീട്ടിലോട്ട് ആരും വരുന്നില്ല. നിന്റെ ഒന്നും വീട്ടിലോട്ടല്ല വരുന്നത്, എന്റെ വീട്ടിലോട്ടാ വരുന്നത്. കൊള്ളാമല്ലോ. വല്ലവരെയൊക്കെ പേഴ്സണൽ കാര്യം തീരുമാനിക്കാൻ കുറെ ഗൂണ്ടായിട്ടില്ല. ഗൂണ്ടായിസം എന്ന് പറയുന്നത് ഗൂണ്ടായിസം കാല് വെട്ടി തല്ലി ഒഴിക്കും. പിന്നെ എഴുതി വെച്ചിരിക്കുന്ന എന്റെ ഭർത്താവിന്റെ പേരെ എഴുതി വെച്ചിരിക്കുന്ന മുകേഷ് കുമാർ, എന്റെ ഭർത്താവിന്റെ പേരെ എഴുതി വെച്ചിരിക്കുന്ന മുകേഷ് കുമാർ അഡ്വക്കേറ്റ്, രാജസ്ഥാനി ഇപ്പം ജയ്പൂരാ. 4 വർഷം ഞങ്ങൾ ഒന്നിച്ചാ താമസിച്ചത്. എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്, എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. എന്റെ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും എല്ലാം എന്റെ കയ്യിലുണ്ട് തെളിവ്. ഒന്നിച്ച് താമസിച്ചതിന്റെ തെളിവല്ല, നല്ല ശരിക്കുണ്ട് തെളിവുകൾ. അവിടെയും കുറെ ഗൂണ്ടായിസൊക്കെ എടുത്ത് ഇതുപോലെ ഗൂണ്ടായിസം പോലത്തെല്ലാം ഗൂണ്ടായിസമായിട്ട് നടക്കുക. ഗൂണ്ടായിസം ഒന്നും നടക്കുക. മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. ഗൂണ്ടായിസം കൊണ്ടൊന്നും നടക്കുക. അവിടെ ഇതുപോലെ ഗൂണ്ടായിസം. അവസാനം ദാദറിന്റെ ഗൂണ്ടായിസം വെച്ച് അവസാനം നമ്മുടെ കാല് പിടിച്ച് ദാദർ രജിസ്റ്റർ ചെയ്യല്ലേ, കേസ് രജിസ്റ്റർ ചെയ്യല്ലേന്ന്. എന്റെ തെളിവെല്ലാം ഇരിപ്പുണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല. അവന്റെ എല്ലാം തെളിവ് ഇരിപ്പുണ്ട്. ദാദറും ഗൂഗറിന്റെ എല്ലാം ഒത്തിരി എടുത്തിട്ടുള്ള അമ്മാരെ കൊണ്ട് ഓണത്തെല്ലാം കുറെ ഗൂണ്ടായിസം ഇവർ നടത്തുമായിരുന്നു. നല്ല ഗൂണ്ടായിസം. കുഞ്ഞുകുഞ്ഞൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന്, വന്നാൽ ഏതാണ്ട് ചെയ്ത് കളയുന്നു. മുക്കുംകുഞ്ഞൻ ഇങ്ങോട്ട് വന്നാൽ ഏതാണ്ട് ചെയ്ത് കളയുന്നു, കൊല്ലുവെന്ന്. അതാണ്ട് ഒന്ന് കാണട്ടായോ? മുക്കുംകുഞ്ഞൻ ഇങ്ങോട്ട് വന്നാൽ കൊല്ലുവെന്ന്. ബിജെപി ഗൂണ്ടായിസം കൊണ്ട് നടക്കുവല്ലോ. നോർത്ത് ഇന്ത്യയിൽ ഇല്ലാത്ത ഗൂണ്ടായിസം ഇവിടെ അവന്മാർക്ക്. നമ്മളെ ഏതാണ്ടൊക്കെ ചെയ്തു കളയുന്നു. നീയോ എനിക്കൊന്നും വീട്ടിലെ കാര്യമൊന്നും അന്വേഷിക്കാൻ ഞങ്ങളറിയില്ല. സാധാരണ എന്റെ വീടാ ഇവിടെ. ഞാൻ എന്റെ പേഴ്സണൽ ഞാൻ ആളോട് നീ ആരാ തീരുമാനിച്ചാൽ? പ്രധാനമന്ത്രി മോഹൻലാൽ നിന്റെ വീട്ടിലെ വല്ല പെണ്ണുങ്ങളോ നിന്റെ കൊച്ചുകളോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് അവരെ തീരുമാനിച്ചാൽ മതി. ഇങ്ങോട്ട് ഞാൻ തീരുമാനിച്ചേക്ക. കണ്ടാണെന്ന് വെച്ച് കണ്ട ആണുങ്ങളെയൊക്കെ പിടിച്ചു വെച്ച് ഡ്രാമ എടുക്കുന്നു നമ്മളെ. ഇത് വൈഫൈയിലാക്കുക ഭയങ്കര രോഗങ്ങളാ. കണ്ട ആണുങ്ങളെയൊക്കെ അവിടെ ഇവിടെ പിടിച്ചു വെച്ചേച്ച് രോഗം. കണ്ട ആണുങ്ങളെയൊക്കെ അവിടെ പിടിച്ചു വെച്ചേച്ച് നമ്മളെ കഥയുണ്ടാക്കുക. അതിന് കല്യാണങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുക. ആണുങ്ങളെല്ലാം അവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ പേര് സുബ്രഹ്മണ്യൻ പല ചീത്ത വിളിച്ച ഒരു കുഴപ്പമില്ല. സുബ്രഹ്മണ്യന്റെ ചീത്ത വിളിയല്ല എന്റെ ഉണ്ട്. സുബ്രഹ്മണ്യൻ പല ചീത്ത വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. എന്താ സന്തോഷം. എല്ലാവരും കണ്ണുകൊടുത്താണ് എല്ലാ ആൾക്കാരും പറയുന്നത്. ഈ പറയുന്നവന്മാർ തന്നെ ആ മോളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെ സൈഡ് നിൽക്കുന്നത് കൊണ്ടാണ് നടക്കുന്നവന്മാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെ ഇതാക്കില്ല. എന്താ ഇത് ഗൂണ്ടായിസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ഗൂണ്ടായിസം എന്തോ ഗൂണ്ടായിസമായത്. അത് ആളുകളെ അവിടെ ഞങ്ങളുടെ പറഞ്ഞു. ഞങ്ങൾക്ക് ജീവിക്കണ്ട, എന്തായാലും കൊള്ളാമല്ലോ. മതിലേൽ എഴുതി വെച്ചിരിക്കുന്ന എന്റെ ഭർത്താവ് മുകേഷ് കുമാർ രാജസ്ഥാനിയുടെ പേരാ. മുകേഷ് കുമാർ രാജസ്ഥാനി. എന്റെ ഭർത്താവ് മുകേഷ് കുമാർ രാജസ്ഥാനിയുടെ പേരാ എഴുതി വെച്ചിരിക്കുന്നത്. അതൊരു കണ്ടാവതല്ല. എന്റെ കൂടെ 4-5 വർഷം ജീവിക്കുന്നതിന്റെ പേരാ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടാവത വേണമെന്ന് വേണ്ട. എന്റെ എല്ലാ തെളിവുണ്ട് എന്നോട് ജീവിക്കാനുള്ളതിന്. എല്ലാ തെളിവുണ്ട്. എന്റെ കൂടെ ജീവിക്കുന്നതിനുള്ളത് എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. ആദ്യം മുതലുള്ള എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. അവിടെ കുറെ നോക്കി കുറെ തമിഴനെ കുമിഴനെ എല്ലാം കൊണ്ടുവന്ന് തമിഴൻ ഓടി അവസാനം. തമിഴനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുകയായിരുന്നു. തമിഴൻ അവസാനം ഓടി. അല്ലേല് ജയിലിൽ കിടക്കും തമിഴൻ. അതുപോലെ കൂടെ അമ്മമാരുണ്ട് ഇവിടെ. അന്ന് അഭിനയിക്കുക. അഭിനയം ഏതാണ്ട് ആരാണ്ടാണെന്ന് അഭിനയിക്കുന്നു. ആരാ പത്മജൻ? മമ്മിക്ക് വരുന്നെങ്കിൽ അവിടെ മമ്മിക്ക് പൂജ ചെയ്തിട്ട് പോയാൽ മതി. ഇങ്ങോട്ട് കണ്ട വെല്ലുകളൊന്നും വേണ്ട. പറയാൻ കൊണ്ടൊക്കെ ഇങ്ങനെന്നാ പറയുന്നത്. നമ്മുടെ കഥ
ഉണ്ടാഴ്ച കൊണ്ട് ഇവിടെ എന്നെ വകവരുത്തിക്കളയും, എന്നെ തല്ലിക്കളയും, എന്നെ കൊന്നുകളയും. കൊന്നച്ചോ എന്തായത്? കുറെ അവന്മാരൊന്നും ആണുങ്ങളെ കൊണ്ട് വെച്ചിട്ടങ്ങ് ഉണ്ടാക്കുമല്ലോ. ഭർത്താവാക്കി ചമയുക. കുറെ അവന്മാർ അവിടെ എവിടെ കയറി ഇരുന്നോണ്ട് കർത്താവ് ചമയുന്നു. കർത്താവ് ചമയുന്ന ആണ്ടായതുകൊണ്ടല്ല അവിടെ എവിടെ കയറി ഇരുന്നോണ്ട് കുറെ അവന്മാരൊന്നും കർത്താവ് ചമയുക. എന്തൊരു കഞ്ഞി വേണം. ഇത് കുറെ കട ഉണ്ടാക്കുന്നു. ചുവന്ന വരുന്ന നെയ്യ് മറ്റേ നെയ്യ് മറ്റേ നെയ്യ് ജീവിപ്പിക്കത്തില്ലെന്ന് അമ്മമാര് കൊള്ളാവുന്നെങ്കിൽ അതൊന്നും അറിയണ്ടായോ? എനിക്കൊന്നും അറിയണമല്ല. എന്നാല് എന്നെ എനിക്കൊന്നും അറിയണ്ടായോ? മതിലേ എഴുതി വെച്ചിരിക്കുന്നത്. മതിലേ നിന്റെ മതിലാണ് എഴുതി വെച്ചത്. എന്റെ മതിലായത്. എന്റെ മതിലാണ് ഞാൻ എഴുതി വെച്ചത്. എന്റെ ഭർത്താവിന്റെ പേര് മുകേഷ് കുമാർ, രാജസ്ഥാനി മുകേഷ് കുമാർ മുക്കുംകുഴ. എന്റെ മതിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ വീടിന്റെ എന്റെ സ്വന്തം മതിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ ഭർത്താവിന്റെ പേര് രണ്ടാമത് മതിലാണ് എഴുതി വെച്ചത്. അതേ എഴുതി വെച്ചിരിക്കുന്നതായാലും അങ്ങനത്തെ രോഗമൊന്നും മനസ്സിലാവുന്നില്ല. മതിലേ എഴുതി വെച്ചിരിക്കുന്നത് പോലും ആ ഭയങ്കര രോഗം. പണ്ട് ആണുങ്ങളെ വെച്ച് ഇതാക്കാൻ ഒക്കുന്നില്ല. പണ്ട് ആണുങ്ങളുടെ ഡ്രാമ ഇതൊക്കെ തന്നെ ഡ്രാമയായിരുന്നു. അതിലേ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ ഭർത്താവ് രാജസ്ഥാനി മുകേഷ് കുമാറിന്റെ പേരെ എഴുതി വെച്ചിരിക്കുന്നത്. രാജസ്ഥാനി മുകേഷ് കുമാറിന്റെ പേരെ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ മതിലേ എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്കറിയാൻ കാര്യമില്ല. ഞങ്ങൾ അമ്മയുടെ ഹിസ്റ്ററി നിന്റെ കൂട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതന്നെ പരിപാടി. എന്റെ അമ്മയുടെ ഹിസ്റ്ററി ഒന്നും തെരഞ്ഞോണ്ട് നടക്കുമല്ല. ഞങ്ങൾ അമ്മയുടെ ഹിസ്റ്ററിയൊക്കെ ഞങ്ങൾക്കറിയാം നല്ലപോലെ. അവിടെ വന്ന്